വെൽക്കം ബാക്ക് ടു എജു വാലറ്റ്. +2 ഫിസിക്സിലെ കുറേ ഷുവർ ക്വസ്റ്റ്യൻസ് ഉണ്ട്. ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് മോഡൽ എക്സാം അടുക്കാണ്, പബ്ലിക് എക്സാം അടുക്കാണ്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നിങ്ങൾ പഠിക്കേണ്ട കുറേ പ്രാവശ്യം റിപ്പീറ്റ് ചെയ്ത് വന്നിട്ടുള്ള എല്ലാ ചോദ്യങ്ങളുടെ ലിസ്റ്റായിട്ടാണ് ഞാൻ വന്നിട്ടുള്ളത്. നിങ്ങൾ ആരും ആവശ്യമില്ലാത്ത ചോദ്യങ്ങൾ കുറേ ടൈം സ്പെൻഡ് ചെയ്ത് നമുക്ക് കുറച്ച് ദിവസങ്ങളേ ഉള്ളൂ. അപ്പോൾ ഓരോ പാഠത്തിൽ നിന്നും ഏതൊക്കെ ചോദ്യങ്ങളാണ് പഠിക്കേണ്ടത്, ഏതാണ് +2 ഫിസിക്സിലെ ഏത് ക്വസ്റ്റ്യൻസ് ആണ് ഇമ്പോർട്ടൻ്റ് എന്നാണ് നമ്മൾ പഠിക്കാനായിട്ട് അല്ലെങ്കിൽ നമ്മൾ അറിയാനായിട്ട് പോകുന്നത്. ഓക്കെ, അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് കിടക്കാം. ഓക്കെ, അപ്പോൾ നമ്മൾ ഓൾറെഡി നമ്മുടെ ഓൺലൈൻ ക്രാഷ് ബാച്ചിൽ ഇതിൽ കുറേ ക്വസ്റ്റ്യൻസ് ഓൾറെഡി ഡിസ്കസ് ചെയ്തിട്ടുണ്ട്. ഇതിൽ പറഞ്ഞ പല ക്വസ്റ്റ്യൻസും ഇനി വരുന്ന ദിവസങ്ങളിലൊക്കെ ഡിസ്കസ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ആർക്കെങ്കിലും ഇനിയും നമ്മൾ 2 ദിവസം കൂടി അഡ്മിഷൻ ഓപ്പണിംഗ് ആണ്, കാരണം മോഡൽ എക്സാം അടുത്തു. അപ്പോൾ നമ്മൾ മോഡൽ എക്സാം അടുക്കുമ്പോൾ ലാസ്റ്റ് ആ 2-3 ഡേയ്സ് നമ്മൾ കുറേ ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻസ് ഇങ്ങനെ ഡിസ്കസ് ചെയ്യുന്ന ലൈവ് ക്ലാസ്സുകളൊക്കെ നമ്മളതിൽ കൊണ്ടുവരുന്നുണ്ട്. അപ്പോൾ അതുകൊണ്ട് ആർക്കെങ്കിലും ഇനി ജോയിൻ ചെയ്യുന്നുണ്ടെങ്കിൽ 1000 rupees നമ്മൾ അതിൻ്റെ പേയ്മെൻറ്റ് പറയുന്നുള്ളൂ, കാരണം കുറച്ച് ദിവസങ്ങളല്ലേ ഉള്ളൂ. സോ അതുകൊണ്ട് ആർക്കെങ്കിലും ജോയിൻ ചെയ്യുന്നുണ്ടെങ്കിൽ ഡിസ്ക്രിപ്ഷൻ നമ്പർ കൊടുത്തിട്ടുണ്ടാവും, നിങ്ങൾക്ക് ജോയിൻ ചെയ്യാം. സോ നമുക്ക് നേരെ ക്വസ്റ്റ്യനിലേക്ക് കിടക്കാം. ഇതിൽ പല ക്വസ്റ്റ്യൻസ് നമ്മൾ ഓൾറെഡി ഡിസ്കസ് ചെയ്തിട്ടുള്ളതാണ്. ബാക്കി ക്വസ്റ്റ്യൻസൊക്കെ നമ്മൾ ഇനി വരുന്ന വീഡിയോസിൽ 1 by 1 ആയിട്ടൊക്കെ പറ്റുന്ന പോലെയൊക്കെ നമ്മൾ വീഡിയോസായിട്ട് ഇടും. ഓക്കെ, ഫസ്റ്റ് ക്വസ്റ്റ്യൻ ഇതാണ്: With a suitable diagram, briefly explain the working of cyclotron and obtain an expression for cyclotron frequency. Cyclotron എന്ന് പറയുന്നത് 4th ചാപ്റ്റർ ആണ് ഫിസിക്സിലെ. അതിലെ ഈ ഒരു ക്വസ്റ്റ്യൻ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. 3 മാർക്കിന് ചോദിക്കുന്ന ചോദ്യമാണ്, കുറേ പ്രാവശ്യം റിപ്പീറ്റ് ചെയ്ത് വന്നിട്ടുള്ളതാണ്. അടുത്തത് ഡിസ്റ്റിങ്വിഷ് ബിറ്റ്വീൻ പാരാ, ഫെറോ ആൻഡ് മാഗ്നറ്റിസം, ഡയാമാഗ്നറ്റിസം. പാരാമാഗ്നറ്റിസം, ഡയാമാഗ്നറ്റിസം, ഫെറോമാഗ്നറ്റിസം, ഇത് 5ാമത്തെ ചാപ്റ്ററാണ്. ഇതിൽ ഈ ചോദ്യം എക്സാമ്പിൾസ് ചോദിക്കാം, അല്ലെങ്കിൽ നമുക്ക് ഇതിലത്തെ കുറേ പോയിന്റ്സ് ഒക്കെ അതിനെ അറേഞ്ച് ചെയ്യാൻ ചോദിക്കാം, അല്ലെങ്കിൽ നമുക്ക് ഫിൽ ഇൻ ദ ബ്ലാങ്ക്സ് ആയി ചോദിക്കാം, മാത്സ് ദ ഫോളോയിങ് ആയിട്ട് ചോദിക്കാം, അല്ലെങ്കിൽ ഡിസ്റ്റിങ്വിഷ് ചെയ്യാൻ വേണ്ടി ചോദിക്കാം. ഇതിലൊക്കെ എക്സാമ്പിൾസ് ചോദിക്കാം. വളരെ ഇമ്പോർട്ടൻ്റ് ആണ്, കുറേ പ്രാവശ്യം വന്നിട്ടുണ്ട്. അടുത്തത് എക്സ്പ്ലെയിൻ ക്യൂറീസ് ലോ. ഇത് വിട്ട് കളയണ്ട, ക്യൂറീസ് ലോ 1-2 പേപ്പറിലൊക്കെ വന്നിട്ടുള്ളൊരു ക്വസ്റ്റ്യൻ ആണ്. എല്ലാവരും ഇത് ഒപ്പം പഠിക്കാം. ഇനി വളരെ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള അടുത്ത ക്വസ്റ്റ്യൻ ആണ്: വാട്ട് യു മീൻ ബൈ മാഗ്നറ്റിക് എലമെൻറ്റ്സ് ഓഫ് എർത്ത്. ഇത് ആ ചാപ്റ്ററിൽ തന്നെയാണ്, 5ാമത്തെ ചാപ്റ്ററിൽ തന്നെയാണ്. എന്തൊക്കെയാണ് മാഗ്നറ്റിക് എലമെൻറ്റ്സ് എന്നുള്ളത്, ഡിപ്പ്, ഇൻക്ലിനേഷൻ ഒക്കെ പറഞ്ഞിട്ടുള്ള പോർഷൻസ് ആണ്. അടുത്തത് എക്സ്പ്ലെയിൻ ഹിസ്റ്റീരിയസ് ആൻഡ് ഡ്രോ ഹിസ്റ്റീരിയസ് കർവ് ഫോർ ഫെറോ മാഗ്നറ്റിക് സബ്സ്റ്റൻസ്. ഇതൊരു നോൺ ഫോക്കസ് ഏരിയ ആണെങ്കിലും നിങ്ങൾത് അറിഞ്ഞിരിക്കണം, ഹിസ്റ്റീരിയസിൻ്റെ ആ ഒരു കർവ് എന്താണ് എന്നുള്ളത് എല്ലാവരും പഠിക്കാം. അടുത്തത്, ഇപ്പോൾ ഇത്രയും ക്വസ്റ്റ്യൻസ് ആണ് 4-5 പാഠങ്ങളിലൊക്കെ വന്നിട്ടുള്ളത്. ഓക്കെ, അടുത്ത സെക്ഷൻ ഇതാണ്, അടുത്ത ചാപ്റ്റർ ഇതാണ്. നമുക്ക് 6ാമത്തെ ചാപ്റ്റർ ഇലക്ട്രോമാഗ്നറ്റിക് ഇൻഡക്ഷനിലെ എന്താണ് ലെൻസ് ലോ, എന്താണ് ഫാരഡേസ് ലോ, ഡയറക്റ്റായി ചോദിക്കും. വാട്ട് യു മീൻ ബൈ ലെൻസ് ലോ, വാട്ട് യു മീൻ ബൈ ഫാരഡേസ് ലോ എന്ന് ചോദിക്കാറുണ്ട്. വാട്ട് ആർ എഡ്ഡി കറണ്ട്, എഡ്ഡി കറണ്ട് എന്താണ്, ഡെഫിനേഷൻ ചോദിക്കാം. എന്താണ് അതിൻ്റെ യൂസസ്, പല ക്വസ്റ്റ്യനിൽ നമുക്ക് ചോദിക്കാറുണ്ട് യൂസസ് എന്തൊക്കെയാണ്. വാട്ട് ആർ ദി യൂസസ് ഓഫ് എഡ്ഡി കറണ്ട്, ക്യാൻ യു ഗീവ് എൻ എക്സാമ്പിൾ ഓഫ് എഡ്ഡി കറണ്ട്, അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു അതിൻ്റെ ആപ്ലിക്കേഷൻ പറഞ്ഞിട്ട് അവിടെ എന്താ സംഭവിക്കുന്നത്, അങ്ങനെ ചോദിക്കാറുണ്ട്. അതേപോലെ AC ജനറേറ്ററിലെ ഇൻഡ്യൂസ്ഡ് EMF എന്താണ്, അതൊരു നോൺ ഫോക്കസിൻ്റെ ടോപ്പിക്കാണ്. അത് നമുക്ക് ഇമ്പോർട്ടൻ്റ് ആയിട്ട് അറിഞ്ഞിരിക്കണം. ജസ്റ്റ് വിട്ട് കളയേണ്ട എന്ന് ഞാൻ പറയുള്ളൂ, വളരെ ഇമ്പോർട്ടൻ്റ് ആണ്, ഷുവർ എന്ന് ഞാൻ പറയില്ല. പക്ഷേ AC ജനറേറ്ററിലെ ഈ ഒരു EMF ക്വസ്റ്റ്യൻ പേപ്പറിൽ കണ്ടിട്ടുണ്ട്. സോ ഇതൊക്കെയാണ് മെയിൻ ആയിട്ടുള്ള ചോദ്യങ്ങൾ. 4, 5, 6 എന്നൊക്കെ പറഞ്ഞ പാഠത്തിൽ ആദ്യത്തെ 4 പാഠങ്ങളൊക്കെ നമ്മൾ ഓൾറെഡി ഡിസ്കസ് ചെയ്തിട്ടുണ്ട് കേട്ടോ. 4 പാഠങ്ങളിൽ നിന്ന് ഏതൊക്കെ പഠിക്കുന്നത് നമ്മൾ ഓൾറെഡി ഡിസ്കസ്ഡ് ആണ്. അപ്പോൾ അതുകൊണ്ട് ഞാൻ അത് ഉൾപ്പെടുത്താണ്ടിരുന്നത്. അടുത്ത ചാപ്റ്റർ ഇതാണ്. അടുത്ത ചാപ്റ്ററിലെ AC എന്ന് പറഞ്ഞാൽ ആൾട്ടർനേറ്റിംഗ് കറന്റ് എന്ന ചാപ്റ്ററാണ്. നല്ല വെയിറ്റേജുള്ള ചാപ്റ്ററാണ്, എല്ലാവരും ഇത് മസ്റ്റായിട്ടും പഠിക്കുക കേട്ടോ. ഇതിൽ ഡ്രോ സർക്യൂട്ട് ഡയഗ്രാം ഓഫ് LCR സർക്യൂട്ട്, LCR എന്ന് പറഞ്ഞ സീരീസിൻ്റെ LCR സർക്യൂട്ട് വരയ്ക്കുക. അതേപോലെ തന്നെ അതിൻ്റെ ഇംപീഡൻസിൻ്റെ എക്സ്പ്രഷൻ എന്താണ് ഡിറൈവ് ചെയ്യുക. വൺസ് ഇംപീഡൻസ് LCR സീരീസ് സർക്യൂട്ട് അറ്റ് റെസനൻസ്, ഇങ്ങനെയുള്ള പല ക്വസ്റ്റ്യൻസ് നമ്മൾ LCR സർക്യൂട്ടിന് ചോദിക്കാറുണ്ട്. ആ ചാപ്റ്ററിൽ തന്നെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആണ് LCR സർക്യൂട്ട്, അവിടുത്തെ ഡയഗ്രാം, അവിടെ ഉണ്ടാകുന്ന കറണ്ടിൻ്റെ എക്സ്പ്രഷൻ, അവിടുത്തെ ഫേസ് ഡയഗ്രാം, അവിടുത്തെ ഇംപീഡൻസിൻ്റെ എക്സ്പ്രഷൻസ് ഒക്കെ വളരെ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അടുത്തത് ആ ചാപ്റ്ററിൽ തന്നെ നമുക്കിങ്ങനെ ചോദിക്കും: ഒബ്റ്റെയിൻ ദ റിലേഷൻ, ഈ ഒരു റിലേഷൻ ഒബ്റ്റെയിൻ ചെയ്യൂ. എവിടെയാണ്? ഇൻഡക്ടറിൽ. ഒരു ഇൻഡക്ടറിൽ നമ്മൾ AC ആൾട്ടർനേറ്റിംഗ് കറണ്ട് പാസ് ചെയ്തു, അവിടെ കൊടുത്ത EMF ഇതാണ്. അപ്പോൾ ഈ EMF കൊടുത്തു കഴിഞ്ഞാൽ അവിടുത്തെ കറണ്ടിൻ്റെ ഈ എക്സ്പ്രഷനിലേക്ക് എങ്ങനെ എത്തി, അതാണ് ഇൻഡക്ടറാണ്. ഇതേപോലെ നമുക്ക് കണ്ടക്ടറും ചോദിക്കും. ഒരു കണ്ടക്ടറിലേക്ക് നമ്മൾ EMF V എന്ന് പറഞ്ഞൊരു വോൾട്ടേജ് കൊടുത്തു, അങ്ങനെയാണെങ്കിൽ അവിടുത്തെ കറണ്ടിൻ്റെ എക്സ്പ്രഷൻ എന്താണ്, അങ്ങനെ ചോദിക്കാറുണ്ട്. അതേപോലെ ഫൈൻഡ് ദ ആവറേജ് പവർ കൺസ്യൂംഡ് ഇൻ ദ അബോവ് കപ്പാസിറ്റർ സർക്യൂട്ട്. ഇങ്ങനെയുള്ളൊരു കപ്പാസിറ്റർ സർക്യൂട്ടിലേക്ക്
അവിടെ ഉണ്ടാവുന്ന പവർ, ആവറേജ് പവർ എന്താണെന്നുള്ളതും ഡിറൈവ് ചെയ്യാം. ഓക്കെ, ഇതൊക്കെ നമ്മൾ ഓൾറെഡി നമ്മുടെ ക്രാഷ് ബാച്ചിൽ നമ്മൾ ഈ ചാപ്റ്റർ കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ട് കേട്ടോ. ഓക്കെ, സോ ഇതൊക്കെയാണ് മെയിനായിട്ടുള്ള സെക്ഷൻസ്. ഇതാണ് അടുത്ത ചാപ്റ്റർ. അതായത് ഇപ്പോൾ നമ്മൾ ഈ പറഞ്ഞ ആൾട്ടർനേറ്റീവ് കറണ്ട് എന്ന് പറഞ്ഞ ചാപ്റ്റർ കഴിഞ്ഞു, 7th ചാപ്റ്റർ കഴിഞ്ഞു. അത് കഴിഞ്ഞിട്ട് 8th ചാപ്റ്ററിൽ നമുക്ക് ചെറിയ ചാപ്റ്ററാണ് ഇലക്ട്രോമാഗ്നറ്റിക് വേവ്സ് എന്ന് പറഞ്ഞ ചാപ്റ്റർ. അതിലെ റേഡിയോ വേവ്സ്, ഇൻഫ്രാറെഡ്, മൈക്രോവേവ്, ലൈറ്റ്, എക്സ്റേസ്, ഗാമ റേസ്, അതിൻ്റെയൊക്കെ യൂസസ്, അതെവിടെയാണ്, അതിൻ്റെ അപ്ലിക്കേഷൻസ് എവിടെയാണ്, അത് എന്തിനാണ് യൂസ് ചെയ്യുന്നത്, അതൊക്കെ നമുക്ക് മാച്ച് ദ ഫോളോയിങ് ആയിട്ടും ടേബിളായിട്ടൊക്കെ ചോദിക്കാറുള്ളത്. അതാണ് ആ പാഠത്തിൽ നിങ്ങൾ മെയിനായിട്ട് പഠിക്കേണ്ടത് കേട്ടോ. അപ്പോൾ അതാണ് ആ ഒരു ചാപ്റ്ററിൽ വരുന്നത്. ചാപ്റ്റർ നമ്പർ ഇലക്ട്രോമാഗ്നറ്റിക് വേവ്സ്, ചാപ്റ്റർ നമ്പർ 8 ഇലക്ട്രോമാഗ്നറ്റിക് വേവ്സ് എന്ന് പറഞ്ഞ ചാപ്റ്ററിൽ അതാണ് മെയിനായിട്ട് പഠിക്കേണ്ടത്. വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള സെക്ഷൻസ് ഞാൻ പറയുന്നത്. അത് കഴിഞ്ഞിട്ട് അടുത്ത ചാപ്റ്റർ നമുക്കറിയാം, 9th ചാപ്റ്റർ ഹൈലി വെയിറ്റേജുള്ള ചാപ്റ്റർ, 4-5 ഡെറിവേഷൻസ് അതിൽ പഠിക്കാനായിട്ടുണ്ട്. റേ ഒപ്റ്റിക്സ് എന്ന് പറഞ്ഞ ചാപ്റ്ററാണ്, വളരെ വെയിറ്റേജുള്ള ചാപ്റ്ററാണ്. ഈ പാഠത്തിൽ നമുക്ക് ചോദിക്കുന്ന ക്വസ്റ്റ്യൻ ഇങ്ങനെയാണ്: ഒബ്റ്റെയിൻ ദ എക്സ്പ്രഷൻ, ഈ എക്സ്പ്രഷനിലേക്ക് എത്തുക. ഒബ്റ്റെയിൻ ദിസ് എക്സ്പ്രഷൻ ഫോർ ദ പൊസിഷൻ ഓഫ് ഇമേജ് ഇൻസൈഡ് റിഫ്രാക്റ്റിംഗ് മീഡിയം. ഈ ഒരു എക്സ്പ്രഷനിലേക്ക് എത്തുക എന്ന് പറഞ്ഞിട്ടാണ് ക്വസ്റ്റ്യൻ ചോദിച്ചിട്ടുള്ളത്. 4 മാർക്ക് 3 മാർക്കിനൊക്കെ ക്വസ്റ്റ്യൻ ആണ്. അതേപോലെ എഫക്റ്റ് ഓഫ് ഫോക്കൽ ലെങ്ത് ഓഫ് എ കോമ്പിനേഷൻ, നമ്മൾ 2 ലെൻസുകൾ കമ്പൈൻ ചെയ്തു, കോമ്പിനേഷൻ ചെയ്ത് കഴിയുമ്പോൾ അവിടെ ഉണ്ടാവുന്ന എക്സ്പ്രഷൻ എന്താണ്, ഇങ്ങനെയൊക്കെ നമുക്ക് ചോദിക്കാറുണ്ട്. അതേപോലെ ആ പാഠത്തിൽ റിലേഷൻ ബിറ്റ്വീൻ എഫ് ആൻഡ് ആർ, അതൊരു ചോദ്യമായിട്ട് ചോദിക്കാറുണ്ട്. മിറർ ഇക്വേഷൻ, അതും ഡിറൈവ് ചെയ്യാൻ വേണ്ടി ചോദിക്കുന്ന ഒരു ചോദ്യമാണ്. അപ്പോൾ ഈ പറഞ്ഞ ക്വസ്റ്റ്യൻസ് ഒന്നും നിങ്ങൾ മറക്കരുത്. ഇപ്പോൾ ഞാൻ പറഞ്ഞത് എന്താണ്, കോമ്പിനേഷൻ ലെൻസ് വരുമ്പോൾ അവിടുത്തെ മാഗ്നിഫിക്കേഷൻ്റെ ഒരു എന്താ പറയുക, മാഗ്നിഫിക്കേഷൻ്റെ എക്സ്പ്രഷൻ എന്താണ്, അങ്ങനെ ചോദിക്കാറുണ്ട്. അതേപോലെ ടെലിസ്കോപ്പിൻ്റെ മാഗ്നിഫിക്കേഷൻ എന്താണ്. അതേപോലെ ഡിറൈവ് ഇക്വേഷൻ ഫോർ റിഫ്രാക്റ്റ് ഇൻഡെക്സ് ഓഫ് ദ മെറ്റീരിയൽ ഓഫ് പ്രിസത്തിലെ റിഫ്രാക്റ്റ് ഇൻഡെക്സ് വളരെ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഇതിൽ ഈ പാഠത്തിൽ ഈ ഓരോ ഡെറിവേഷൻസ് ഇമ്പോർട്ടൻ്റ്. ഇത് കൂടാതെ അതിൽ വേറെയും ഡെറിവേഷൻസ് ഉണ്ട്. സിമ്പിൾ ഒരു മൈക്രോസ്കോപ്പ് എടുത്തിട്ട് ലെൻസ് മേക്കേഴ്സ് ഫോർമുല ഡിറൈവ് ചെയ്യുക, അല്ലെങ്കിൽ ഒബ്റ്റെയിൻ ദ എക്സ്പ്രഷൻ ഓഫ് ലെൻസ് മേക്കേഴ്സ് ഫോർമുല. അതേപോലെ ഒബ്റ്റെയിൻ ദ എക്സ്പ്രഷൻ കണക്റ്റിംഗ് ആർ ആൻഡ് എഫ്, അങ്ങനെ ചോദിക്കാറുണ്ട്. അതുപോലെ തന്നെ മിറർ ഇക്വേഷൻ ഡിറൈവ് ചെയ്യുക, അല്ലെങ്കിൽ ഒബ്റ്റെയിൻ മിറർ ഇക്വേഷൻ, ലെൻസ് മേക്കേഴ്സ് ഫോർമുല, പ്രിസം ഒക്കെ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ടെലിസ്കോപ്പ് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അതേപോലെ ഒബ്റ്റെയിൻ എക്സ്പ്രഷൻ ഫോർ മാഗ്നിഫിക്കേഷൻ പ്രൊഡ്യൂസ്ഡ് ബൈ കോമ്പൗണ്ട് മൈക്രോസ്കോപ്പ്. അപ്പോൾ നമുക്ക് ഇനി കുറച്ച് ദിവസങ്ങളുണ്ടല്ലോ, ആ ദിവസങ്ങളൊക്കെ ഇത് നിങ്ങൾ ഈ ഡെറിവേഷൻസ് ഒക്കെ നന്നായി ചെയ്ത് പഠിക്കുക മോഡൽ എക്സാമിന് വേണ്ടിയിട്ട്. സോ കോമ്പൗണ്ട് മൈക്രോസ്കോപ്പിൻ്റെയും വളരെ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പോൾ ആ ചാപ്റ്ററിൽ നിങ്ങൾ മെയിനായിട്ട് പഠിക്കേണ്ട ഡെറിവേഷൻസ് ഇതൊക്കെയാണ്. കുറച്ചുണ്ട്, നല്ല വെയിറ്റേജ് ഉള്ള ചാപ്റ്ററാണ്. അടുത്ത ചാപ്റ്റർ വേ ഒപ്റ്റിക്സ് ആണ്. വേ ഒപ്റ്റിക്സും വെയിറ്റേജ് ഉള്ള ചാപ്റ്ററാണ്. പക്ഷേ അതിൽ ഇത്രയധികം കുറേ ക്വസ്റ്റ്യൻസ് ഒന്നും റിപ്പീറ്റ് ചെയ്ത് വരാറില്ല. പക്ഷേ അതിൽ വരുന്നത് ഇതൊക്കെയാണ്: ഹൈജൻസ് പ്രിൻസിപ്പിൾ, ഹൈജൻസ് വേവ് തിയറി എന്താണ്, പോളറൈസിങ് ആംഗിൾ എന്ന് പറഞ്ഞാൽ എന്താണ്, ബ്രൂസ്റ്റേഴ്സ് ലോ എന്താണ്, അതിൻ്റെ ചെറിയൊരു ഡെറിവേഷൻ ചോദിച്ച് കണ്ടിട്ടുണ്ട്. പിന്നെ യങ്സ്, ഇതാണ് കുറേ പ്രാവശ്യം, ഇതൊരു നമ്മൾ കഴിഞ്ഞ +1 ബെർണോളിസ് ഒക്കെ പഠിച്ച പോലെ ഒരു അത്രയും 5 മാർക്കിൻ്റെ ഒരു ക്വസ്റ്റ്യൻ ആണ് ബെർണോൾസ് പ്രിൻസിപ്പിൾ അല്ലേ. കഴിഞ്ഞ പോലെ നമ്മൾ പഠിച്ചത് റിപ്പീറ്റഡ് ആണ്, എന്തായാലും ഉറപ്പാണ്. അതേപോലെ ഒരു ക്വസ്റ്റ്യൻ ആണ് യങ്സ് ഡബിൾ സ്ലിറ്റ് എക്സ്പെരിമെൻറ്റ്. 5 മാർക്കിനൊക്കെ ചോദിക്കുന്ന വളരെ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ്. വേവ് ഒപ്റ്റിക്സ് എന്ന് പറഞ്ഞ ചാപ്റ്ററിലാണിത് കേട്ടോ. വേവ് ഒപ്റ്റിക്സ് എന്ന് പറഞ്ഞാൽ 10th ചാപ്റ്ററാണ്. ഇതൊക്കെയാണ് ആ പാഠത്തിൽ നിങ്ങൾ മെയിനായിട്ട് പഠിക്കേണ്ടത്. അടുത്ത ചാപ്റ്റർ 11th ചാപ്റ്ററിൽ നിങ്ങൾ അത് അത്ര ഹൈലി വെയിറ്റേജ് ഉള്ള ചാപ്റ്റർ എന്ന് ഞാൻ പറയില്ല. പക്ഷേ അതിൽ പഠിക്കേണ്ട ക്വസ്റ്റ്യൻസ് ഞാൻ കുറേ ഒന്നും ഇൻക്ലൂഡ് ചെയ്തിട്ടില്ല. കുറച്ചൊക്കെ ഇതൊക്കെയാണ്: ബോർ തിയറി എന്താണ്, അതിൽ നിന്ന് ഡി ബ്രോഗ്ലി വേവ് ലെങ്ത് കണ്ടുപിടിക്കുക, റൂദർഫോർഡിൻ്റെ ലിമിറ്റേഷൻസ് എന്തൊക്കെയാണ്, അങ്ങനെയുള്ള ക്വസ്റ്റ്യൻസ് ഒക്കെ നമുക്ക് അതിൽ നിന്ന് ചോദിക്കാറുണ്ട്. പിന്നെ നമുക്ക് അതിൽ നിന്ന് മാച്ച് ദ ഫോളോയിങ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസും ഉണ്ടാവാറുണ്ട്. എന്താ പറയുക, അതങ്ങനെ കണക്ട് ചെയ്യാൻ വേണ്ടിയിട്ട് പല സെക്ഷൻസ് ഒക്കെ തന്നിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ കണക്ട് ചെയ്യാനുള്ള ചെറിയ ക്വസ്റ്റ്യൻസ്, അതുപോലെ ചെറിയ പ്രോബ്ലംസ് ഒക്കെ ചോദിക്കുന്നൊരു പാഠാണത്. അപ്പോൾ അതുകൊണ്ട് ഞാനതിൽ ഷുവർ ക്വസ്റ്റ്യൻസ് ഒന്നും ഉൾപ്പെടുത്തിയിട്ടില്ല. അതായത് ഷുവർ ക്വസ്റ്റ്യൻസ് എന്ന് പറയാൻ നമുക്കതിൽ ഇല്ല, ഏതെങ്കിലുമൊക്കെ ഒരു ടോപ്പിക്ക് ചോദിക്കും എന്നേ ഉള്ളൂ. അതായത് ഇത് ചോദിക്കുമെന്ന് ഉറപ്പങ്ങനെ നമുക്ക് പറയാൻ പറ്റില്ല. അതിൽ ചോദിച്ച് കൂടുതലും കണ്ടുള്ളത് ഈ ചോദ്യങ്ങളാണ് മാത്രം. സോ ഇതൊക്കെ ഞാനിപ്പോൾ പറഞ്ഞത് ഡുവൽ നേച്ചർ ഓഫ് റേഡിയേഷൻസ് ആൻഡ് മാറ്റർ എന്ന് പറഞ്ഞ ചാപ്റ്ററാണ്. ചാപ്റ്റർ നമ്പർ 11 ആണ്. ആറ്റംസ് എന്ന് പറഞ്ഞ ചാപ്റ്ററിൽ നമുക്ക് ചോദിക്കുന്നത് ആ ഒരു ചാപ്റ്റേഴ്സ് ഒക്കെ ഉണ്ടല്ലോ, അതായത് 10, 11 എന്നൊക്കെ പറഞ്ഞ ചാപ്റ്റേഴ്സ്, അതിലൊക്കെ നമുക്കങ്ങനെ എന്താ പറയുക, ഇതെന്തായാലും വരും നമുക്ക് പറയാൻ പറ്റില്ല. അതിലൊക്കെ നമുക്ക് ചോദിക്കുന്നത് മേ ബി ഹൈഡ്രജൻ ആറ്റത്തിൻ്റെ ഒക്കെ എനർജി ലെവൽ ഡയഗ്രാം ചോദിക്കാം. അതേപോലെ റൂദർഫോർഡിൻ്റെ ഒക്കെ ലിമിറ്റേഷൻസ്, ഇതൊക്കെ ആറ്റംസ് എന്ന് പറഞ്ഞ ചാപ്റ്ററിലാണ്. ഇത് നമുക്ക് ഡുവൽ നേച്ചറാണ് കേട്ടോ. ഇത് ഡി ബ്രോഗ്ലി വേവ് ലെങ്ത്തിൻ്റെ, അത്
ഇതുപോലെ ഡുവൽ നേച്ചറിന് ചോദിക്കുന്ന ചോദ്യമാണ്. പിന്നെ അടുത്ത ചാപ്റ്റർ ആറ്റംസിൽ നിന്നാണ്. റൂദർഫോർഡിൻ്റെ ലിമിറ്റേഷൻസ് ആണ് കൂടുതലും കണ്ടിട്ടുള്ളത്. പക്ഷേ നമുക്കത് ഉറപ്പായിട്ട് വരുമെന്ന് പറയാൻ പറ്റില്ല. അതിൽ വേറെ ചില ക്വസ്റ്റ്യൻസ് ഒന്നോ രണ്ടൊക്കെ മാറ്റിയിട്ടൊക്കെ അതിൽ പല ക്വസ്റ്റ്യൻസ് ചോദിക്കാറുള്ളത്. അപ്പോൾ അതുകൊണ്ട് ബോർ മോഡൽ ഓഫ് ആറ്റം പഠിക്കുക, റൂദർഫോർഡ് ഓഫ് ആറ്റം, അതിൻ്റെ ലിമിറ്റേഷൻസ്, ഡി ബ്രോഗ്ലി വേവ് ലെങ്ത്, ഹൈഡ്രജൻ ആറ്റത്തിൻ്റെ ഒക്കെ ആ ഒരു സീരീസ്, അതൊക്കെ അതിൽ ചെറിയ ചെറിയ സെക്ഷൻസ് ആണ്. അതൊക്കെ ഒന്ന് പഠിച്ചു വെക്കാം. പിന്നെ അടുത്ത ചാപ്റ്റർ ന്യൂക്ലിയാണ്. ന്യൂക്ലിയർ എന്ന് പറഞ്ഞ ചാപ്റ്ററിൽ നമുക്ക് ചോദിക്കാറുണ്ട് മാച്ച് ദ ഫോളോയിങ് ആയിട്ട് ചോദിക്കാറുണ്ട്. അതാണ് 4 മാർക്കിൻ്റെതാ ഇങ്ങനെയുള്ള മാച്ച് ദ ഫോളോയിങ് ക്വസ്റ്റ്യൻസ്. ന്യൂക്ലിയർ ഫിഷൻ, ന്യൂക്ലിയർ ഫ്യൂഷൻ, അതൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടും എന്താണ്, അതിൻ്റെ മാച്ചിങ് ആയിട്ടും ഐസോടോപ്പ്, ഐസോബാർ, അങ്ങനെ ഉള്ള ചെറിയ ചെറിയ മാച്ച് ദ ഫോളോയിങ് ക്വസ്റ്റ്യൻസ് ഒക്കെ ഒന്ന് നോക്കി വെക്കുക. അല്ലാതെ ഷുവർ ക്വസ്റ്റ്യൻസ് അതിൽ ഇന്നതുണ്ടെന്ന് നമുക്ക് പറയാനായിട്ട് പറ്റില്ല. സോ ഇതൊക്കെയാണ് ഈ ചാപ്റ്റർ. ഏത് ചാപ്റ്റർ? ന്യൂക്ലിയർ എന്ന് പറഞ്ഞ ചാപ്റ്റർ. ലാസ്റ്റ് ചാപ്റ്ററിൽ നമുക്ക് ചോദിക്കുന്നത് ലാസ്റ്റ് ചാപ്റ്റർ എന്ന് പറയുമ്പോൾ സെമി കണ്ടക്ടേഴ്സ് ഇലക്ട്രോണിക്സ് എന്ന് പറഞ്ഞ ചാപ്റ്ററിലെ ഫുൾ വേവ് റെക്ടിഫയർ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഫുൾ വേവ് റെക്ടിഫയർ. അതേപോലെ നമുക്ക് അതിന് ചോദിക്കുന്നത് ട്രൂത്ത് ടേബിൾ ഉറപ്പായിട്ടും ചോദിക്കും. അതിലൊരു സർക്യൂട്ട് തരും. ആ സർക്യൂട്ടിൻ്റെ ട്രൂത്ത് ടേബിൾ വരയ്ക്കാനായിട്ട് മിക്ക ക്വസ്റ്റ്യൻ പേപ്പറിലും ഉണ്ടാവാറുണ്ട്. ഇതേപോലെ വല്ല ട്രൂത്ത് ടേബിൾ വന്നിട്ട് ഇതിൻ്റെ ട്രൂത്ത് ടേബിൾ വരയ്ക്കാനോ കംപ്ലീറ്റ് ചെയ്യാനോ ഒക്കെ ചോദിക്കാറുണ്ട്. അതാണ് അതിൽ ഷുവർ ക്വസ്റ്റ്യൻ. സോ ഇതൊക്കെയാണ് നമ്മൾക്ക് പഠിക്കാനുള്ള എല്ലാ ഫിസിക്സിലെ പാഠങ്ങളിൽ നിന്നുള്ള ഷുവർ ക്വസ്റ്റ്യൻസ് അല്ലെങ്കിൽ റിപ്പീറ്റഡ് ക്വസ്റ്റ്യൻസ് ഇമ്പോർട്ടൻ്റ് ആയിട്ട് നിങ്ങൾ പഠിക്കേണ്ടത്. ലാസ്റ്റ് ആ 10, 11, 12 പാഠങ്ങളൊക്കെയാണ് നമുക്ക് ഷുവറായിട്ട് ഇത് വരും നമുക്ക് പറയാൻ പറ്റാത്ത ചാപ്റ്റേഴ്സ്. അതായത് അതിലെ പല ക്വസ്റ്റ്യൻസും ചെറിയ ചെറിയ സെക്ഷൻസ് ആണ്. അതുകൊണ്ട് തന്നെ പറ്റുന്ന അത്രയും നിങ്ങളിൽ പഠിക്കുക. ഞാൻ ഈ പറഞ്ഞ ചെറിയ ക്വസ്റ്റ്യൻസൊക്കെ ഒന്ന് അതിൽ നിന്ന് മസ്റ്റായിട്ടും പഠിച്ചു വയ്ക്കുക. ഓക്കെ, സോ ഇതൊക്കെയാണ് നിങ്ങൾ പഠിക്കേണ്ടത്. എല്ലാവരും ഞാൻ ഈ പറഞ്ഞ ടോപ്പിക്കുകളൊക്കെ പഠിച്ചിട്ടില്ലേ? എല്ലാം ഓക്കെ അല്ലേ? ഇതൊക്കെ ഒന്ന് നിങ്ങൾ ആദ്യം തന്നെ പഠിച്ച് അവസാനിപ്പിക്കുക. ഇതൊക്കെയാണ് റിപ്പീറ്റ് ചെയ്ത് വരുന്നത്. ഓക്കെ, അപ്പോൾ നമുക്ക് ഇതേപോലെ ബാക്കി സബ്ജക്റ്റുകൾ കാണാം. ഇതിലൊക്കെ പല ക്വസ്റ്റ്യൻസിൻ്റെയും ആൻസേഴ്സിൻ്റെ ഒക്കെ വീഡിയോസ് ആയിട്ട് ഞാൻ ഇനി ഡെയിലി വരുന്നുണ്ട്. ഓക്കെ, അപ്പോൾ ഇതിൻ്റെ ആൻസേഴ്സൊക്കെ എവിടെ ചോദിക്കേണ്ടത് നമ്മൾ എന്തായാലും വീഡിയോസ് ആയിട്ടൊക്കെ വരുന്നുണ്ട്. ഇത് നമ്മൾ ഓൺലൈൻ ബാച്ചിൽ, നമ്മൾ ഓൺലൈൻ ക്രാഷ് കോഴ്സിൽ ഇതിൻ്റെ പല ക്വസ്റ്റ്യൻസ് ആൻസർ ചെയ്ത് കഴിഞ്ഞു. ഒപ്പം നമ്മളിതൊക്കെ ആൻസർ ചെയ്യുന്നുണ്ട്. ഓരോ പാഠത്തിലെയും ഇതേപോലെയുള്ള റിപ്പീറ്റഡ് ക്വസ്റ്റ്യൻസാണ് നമ്മൾ ലൈവിലൊക്കെ ഡിസ്കസ് ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ ആർക്കെങ്കിലും ജോയിൻ ചെയ്യണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ജോയിൻ ചെയ്യാം. ഞാൻ അതിൻ്റെ ആ ഒരു കോൺടാക്ട് നമ്പർ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം. ഓക്കെ, അപ്പോൾ നമുക്ക് ഇനി അടുത്ത വീഡിയോയിൽ കാണാം. താങ്ക്സ് ഫോർ വാച്ചിങ്.